പടം വരയ്ക്കുന്ന സമയത്ത് തെറ്റ് പറ്റുന്നത് കാരണം എനിക്കൊന്നും വരയ്ക്കാൻ പറ്റുന്നില്ല. കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയ പ്രശ്നമല്ലേ, പക്ഷേ അത് അനുഭവിച്ചവർക്കറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. ചിത്രകല ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കണം, വരച്ച് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എപ്പോൾ പേപ്പറും പെൻസിലെടുത്ത് വരയ്ക്കാൻ ശ്രമിച്ചാലും ആദ്യം വരയ്ക്കുന്നതിന് തെറ്റിപ്പോവും. പിന്നെ വരയ്ക്കാനുള്ള മൂഡ് പോവും, വരയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല, പിന്നെ അത് മാറ്റിവെക്കും. അങ്ങനെ ഒട്ടും വരയ്ക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്പെഷ്യലി സംസാരിക്കാൻ പോകുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ശ്രദ്ധിച്ച് കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ. ഐ എം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. വെൽക്കം ടു അവർ ആർട്ട് ചാനൽ. പറഞ്ഞു വന്ന കാര്യം, പടം വരയ്ക്കുന്ന സമയത്ത് തെറ്റ് പറ്റുന്നു, ഒന്നാമത്തെ കാര്യം. അങ്ങനെ തെറ്റ് വരുന്ന സമയത്ത് പിന്നെ വരയ്ക്കാൻ പറ്റാത്ത അവസ്ഥ, രണ്ടാമത്തെ കാര്യം. രണ്ടും നമുക്ക് സെപ്പറേറ്റ് എടുത്ത് ഒന്ന് ഡീകോഡ് ചെയ്യാം. ഒന്ന്, പടം വരയ്ക്കുന്ന സമയത്ത് തെറ്റ് പറ്റുന്നു. ഇവിടുത്തെ പ്രശ്നം ആ തെറ്റിനെ നമ്മൾ വലിയ തെറ്റായിട്ട് കാണുന്നെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പാട്ട് പാടി പഠിക്കുന്നവരൊക്കെ ആണെങ്കിലും അവർ ആദ്യമായിട്ട് പാട്ട് പാടുമ്പോൾ പാടി പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് തെറ്റ് വരില്ലേ? വലിയ വീടില്ലേ, വാക്കുകൾ മാറിപ്പോയില്ലേ, സ്വരങ്ങൾ മാറിപ്പോയില്ലേ, ശ്രുതി തെറ്റിപ്പോയില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ 10ാം ക്ലാസ് വെക്കേഷന് വയലിൻ പഠിക്കാൻ പോയായിരുന്നു. വയലിൻ നിങ്ങൾക്കറിയാമല്ലോ, വായിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ്. പ്രോപ്പർലി അത് വായിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബിലൊക്കെ കാണുന്ന, സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ സൗണ്ടല്ല വരുന്നുണ്ടായിരിക്കുക. മറ്റേ അറക്കവാൾ വെച്ചിട്ട് തടി മുറിക്കുന്ന സൗണ്ടാണ് വയലിന്ന് വരുള്ളൂ. പ്രോപ്പർലി നമ്മളത് പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഞാൻ അന്ന് ക്ലാസ്സിൽ പോകുന്ന സമയത്ത് എന്നെക്കാളും പ്രായം കുറവുള്ള ഒരുപാട് കുട്ടികളെ ക്ലാസ്സിൽ, ചെറിയ കുട്ടികൾ, നല്ല പെൺകുട്ടികളൊക്കെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, വയലിൻ ക്ലാസ്സിൽ. എൻ്റെ വീടിന് തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ അന്നത്തെ എൻ്റെ പേടി, ഞാനിത് വായിക്കുമ്പോൾ ആ സൗണ്ട്, മറ്റേ തടി മുറിക്കുന്ന സൗണ്ട് വന്നാലോ എന്നാണ് എൻ്റെ പേടി. പക്ഷേ ആ ക്ലാസ്സിൽ ഒരിക്കൽ പോലും ഞാൻ തെറ്റി വായിക്കുമ്പോഴോ വേറെ സൗണ്ട് വയലിൽ നിന്ന് വരുമ്പോഴൊന്നും ആരും എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നില്ല. സാറ് എനിക്ക് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തന്ന് പഠിപ്പിക്കുമായിരുന്നു. നേരെ മറിച്ച് ആ വയലിൻ ക്ലാസ്സിൽ തന്നെ ഞാനത് വായിക്കുന്ന സമയത്ത് കുട്ടികൾ എന്നെ കളിയാക്കി ചിരിക്കുകയോ സാറിനെ ചീത്ത പറയുകയോ ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ആ ക്ലാസ് കണ്ടിന്യൂ ചെയ്യില്ലായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾ ആർട്ട്, ചിത്രം വരച്ചിരുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് മോശമായി പെരുമാറിയിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെ കളിയാക്കി സംസാരിച്ചിട്ടുണ്ടോ? അതോ നിങ്ങൾ തന്നെ നിങ്ങളുടെ ആർട്ട് കണ്ട് അത് നന്നാവില്ല, അത് മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് എൻ്റെ ഫസ്റ്റ് ചോദ്യം. ഉണ്ടെങ്കിൽ അവിടെ മുതൽ ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും എന്തൊട്ടാണ് വരച്ചു വെച്ചിരിക്കുന്നത് ചോദിക്കും, അല്ലേ? ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും, ഞാനിത് എന്ത് തേങ്ങ ചെയ്യുന്നത്, ഇതൊന്നും ശരിയാവില്ല, ഇതൊന്നും എന്നെക്കൊണ്ട് പറഞ്ഞ പണിയല്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ തന്നെ സ്വയം വിശ്വസിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഇതാണ് പ്രശ്നം. ഈ റൂട്ടിൽ നിന്ന് ഈ പ്രശ്നം മാറ്റിയെടുക്കാതെ നമുക്ക് ഇത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം ആദ്യം എവിടെ നിന്നാണ് പ്രശ്നം തുടങ്ങിയത്? ചിത്രകലയിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മിസ്റ്റേക്കുകൾ അത് വലിയൊരു കാര്യമാണ്, വലിയ പ്രശ്നമാണെന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തിയത് ആരാണ്, അതാദ്യം കണ്ടുപിടിക്കുക. അത് നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ അത് ക്ലിയർ ചെയ്യണം. മറ്റു വേറെ ആരെങ്കിലും ആണെങ്കിലും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ക്ലിയർ ചെയ്യണം. അതിനുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ലോകപ്രശസ്തമായ ഏത് ചിത്രം എടുത്താലും അതിൽ നമുക്ക് കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ചിത്രകലയിൽ നിങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ അതൊരു പ്രശ്നമേ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ ചിത്രം മിസ്റ്റേക്ക് ഇല്ലാതെ എപ്പോഴാണോ പെർഫെക്റ്റ് ആവുന്നത്, അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി അതാർക്കും സംഭവിക്കില്ല. എന്നിരുന്നാൽ കൂടി അങ്ങനെ ആവുമെന്ന് വിചാരിച്ച് നോക്കാം. അത് എപ്പോഴാണ് പെർഫെക്റ്റ് ആവുന്നത്, അതിൻ്റെ അർത്ഥം യു ആർ ഡെഡ് എന്നാണ്. നിങ്ങളുടെ കലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. അവിടെ സാച്ചുറേഷൻ സംഭവിച്ചു എന്നുള്ളതാണ്. അവിടെ മാക്സിമത്തിൽ എത്തി എന്നുള്ളതാണ്. അവിടെ നോ ഏരിയാസ് ഫോർ ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പം അത് ശരിക്കും ഒരു നിങ്ങളുടെ ഫെയിലിയറാണ്. മനസ്സിലാവുന്നുണ്ട്? എപ്പോഴാണത് ഫുൾ പെർഫെക്റ്റ് ആവുന്നത് അവിടെയാണ് നിങ്ങൾ തോൽക്കുകയുള്ളൂ. എപ്പോഴാണോ കൂടുതൽ മിസ്റ്റേക്ക് ഉണ്ടാവുന്നത് അവിടെയൊക്കെ നിങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുക. കാരണം എത്രത്തോളം നിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നോ അത്രത്തോളം പഠിക്കാൻ നിങ്ങൾക്കുണ്ട്, അത്രത്തോളം ഏരിയാസ് ഫോർ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്കുണ്ട്, അത്രത്തോളം നല്ല ആർട്ടിസ്റ്റായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ ആർട്ട് കരിയർ ഒരു ആർട്ട് ടീച്ചറായിട്ട് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ ആ സ്റ്റോറി ഒന്ന് ക്വിക്കിലൊന്ന് പറയാട്ടെ, നിങ്ങൾക്കത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും എൻ്റെ ഫസ്റ്റ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ +1 +2 ആ ഗ്യാപ്പ്, ആ എക്സാം കഴിഞ്ഞ ഗ്യാപ്പിൽ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകനെ, അവൻ 8-ലോ 9-ലോ 7-ലോ മറ്റോ പഠിക്കുകയാണ്, എടുത്തോട്ട് ആർട്ട് പഠിപ്പിക്കാൻ പറഞ്ഞു വിടുന്നത്.
അപ്പോൾ സ്വപ്നത്തിൽ പോലും എനിക്കൊരു ആർട്ട് ടീച്ചർ ആവണമെന്ന് പ്ലാൻ ഇല്ല. പിന്നെ എനിക്ക് ആർട്ട് പഠിപ്പിക്കാൻ ഇഷ്ടമില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് വീട്ടിലോട്ട് വന്നോട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഞാനൊരു മരം വരയ്ക്കാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അവനത് വരയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവനെ ചീത്ത പറഞ്ഞു. എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ അവനെ നുള്ളി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. പിന്നെ അവൻ ക്ലാസ്സിൽ വന്നിട്ടില്ല. അപ്പം ആലോചിച്ച് നോക്ക്, എൻ്റെ കരിയർ ശരിക്കും ആർട്ട് ടീച്ചിങ് കരിയർ എന്ന് പറയുന്ന കാര്യം ബിഗ് സീറോ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം എനിക്കതിനുള്ള സ്കില്ലില്ല. ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, ക്ഷമയോടുകൂടി അവരെ സമീപിക്കാനായിട്ട് അറിയില്ല, മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയില്ല, അവരുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്ന അറിയില്ല. എൻ്റെ ഫസ്റ്റ് സ്റ്റുഡൻറ്റ് ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ തന്നെ ക്ലാസ് നിർത്തി, ഇനി വരില്ല എന്ന് പറഞ്ഞു സ്റ്റോപ്പ് ചെയ്തു. ഇതായിരുന്നു എൻ്റെ തുടക്കം. പക്ഷേ അത് നല്ലൊരു തുടക്കമല്ലേ? കാരണം എനിക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റി എന്താ അവിടെ മിസ്റ്റേക്ക് സംഭവിച്ചേ. എനിക്ക് ഇത്രയും ആർട്ട് ടീച്ചിങ്ങിൽ എനിക്ക് ഇത്രയും ഗ്രോ ചെയ്യാനുണ്ട്, എനിക്കിത് പഠിക്കണമെന്ന് മനസ്സിലാക്കി തന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. പിന്നീട് ഓർഫനേജിൽ പഠിപ്പിക്കാൻ പോകുമ്പോഴൊക്കെ ഞാനിത് പതിയെ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ പഠിക്കുന്ന ഓൺലൈൻ ക്ലാസ്സൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യം, നിങ്ങൾ മിസ്റ്റേക്കുകൾ ജീവിതത്തിലോ നിങ്ങളുടെ ആർട്ട് വർക്കിലോ ചെയ്യുമ്പോൾ അത് വലിയ പ്രശ്നമൊന്നുമല്ല. ഇറ്റ്സ് an ഏരിയ ഫോർ ഇമ്പ്രൂവ്മെൻറ്റ്. വർക്കിലൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയാണ്. അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുക. എനിക്ക് ആ വഴി തുറന്ന് കിട്ടി, എൻ്റെ ആർട്ട് വർക്കിൽ മിസ്റ്റേക്ക് ഉണ്ട്, യെസ് എനിക്ക് ആ വഴി തുറന്ന് കിട്ടി, ആ സന്തോഷം. ഇതൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ ഈ പ്രശ്നം നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ള കാര്യം. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. നിങ്ങളുടെ ആർട്ട് വർക്കിൽ മിസ്റ്റേക്ക് വരുമ്പോൾ യെസ് എനിക്കൊരു കാര്യം സംഭവിച്ചു, ഇനി എങ്ങനെ എനിക്കിത് സോൾവ് ചെയ്യാം, എനിക്ക് എങ്ങനെ ഇത് മറികടക്കാം. ശരിക്കും ഞാൻ ഒരുപാട് ബിസിനസ് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരാളാണ്. ബിസിനസ് മെൻറ്റേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ബിസിനസ്സിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നിരുന്നു കഴിഞ്ഞാൽ ബിസിനസ് മൊത്തം പൊളിഞ്ഞു പോകും. പക്ഷെ അതിന് പകരം അപ്പോഴാണ് ശരിക്കും നമ്മളൊരു ബിസിനസ് ഓണർ ഉയർത്തെണീക്കേണ്ടത്. യെസ് ഇങ്ങനൊരു പ്രശ്നം വന്നു, എങ്ങനെ സോൾവ് ചെയ്യാം, എന്ത് ചെയ്യാൻ പറ്റും, എന്തുകൊണ്ട് പ്രശ്നം വന്നു, എന്ത് ചെയ്താലാണ് അത് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുക. അതാണ് ശരിക്കും ഒരു പവർ എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും. ഇനി നെക്സ്റ്റ് ടൈം നിങ്ങളൊരു ഡ്രോയിങ് ചെയ്യുമ്പോൾ അതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഇഷ്ടപ്പെടുക, പകരം നിങ്ങൾ തന്നെ കുറ്റപ്പെടുത്താതിരിക്കുക. എന്നിട്ട് കൂടുതൽ പഠിക്കാനുള്ള മാർഗങ്ങൾ നോക്കുക. അതൊരു മോട്ടിവേഷനാക്കി എടുക്കുക. നിങ്ങളുടെ ആർട്ട് വർക്ക് ഒരുപാട് മിസ്റ്റേക്കുള്ള ആർട്ട് വർക്ക് ആണെങ്കിൽ ഞാനിത് തിരുത്തും, ഞാനിത് മുന്നോട്ട് വരും, ഞാൻ പ്രൂവ് ചെയ്യും, യെസ് ഐ വിൽ പ്രൂവ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ മഹത്തരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും. സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള ടോപ്പിക്കുകൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഇനിയും ഞാൻ സംസാരിക്കുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് നിന്ന് നല്ലൊരു ആർട്ടിസ്റ്റ് കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു, ടേക്ക് കെയർ ആൻഡ് ബൈ. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.